നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവിൻ്റെ വചനം, പവർഫുൾ ആയിട്ടുള്ള വചനം, ലിവിങ് ആൻഡ് പവർഫുൾ ഞങ്ങൾ വായിക്കുന്ന കർത്താവെ, ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുക. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾ ബലഹീനരായ ഞങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗം പുതിയ കാര്യമല്ല. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചത് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. കണ്ടിന്യൂ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കർത്താവ്. ഈ 4ാം അധ്യായത്തിന്റെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവൻ അറിയാം. അതിനകത്ത് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, അവർക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു. അവര് ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അവർ പോയി. അപ്പം എന്താ നമ്മൾ വായിക്കുന്നത്? 1-ാം വാക്യം, 4ാം അധ്യായം, ന്യായാധിപന്മാർ 4ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇതേ കാര്യമാണ് ചെയ്യുന്നത്. നമ്മളെ കർത്താവ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നതിന് ശേഷം പിന്നെയും നമ്മൾ അനിഷ്ടമായിട്ടുള്ള ദൈവത്തിന് വി ആർ ഡൂയിങ് വാട്ട് ഗോഡ് ഡസ് നോട്ട് ലൈക്ക് വാണ്ട് us to do. അപ്പം ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ അനന്തര ഫലത്തിന് വേണ്ടി നമ്മളെ വിടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ഗോഡ് ലവ്സ് us so much. ദൈവത്തിന് നമ്മളെ ഒത്തിരി സ്നേഹമാണ് നമ്മളോട്, നമുക്കതറിയാലോ. എന്നാൽ നമ്മൾ പാപം ചെയ്താൽ ദൈവത്തിന് പാപത്തിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ദൈവം സ്നേഹവാനായതുകൊണ്ട് നമ്മൾ തിരിച്ച് ദൈവത്തിലോട് കരയുന്നുണ്ടെങ്കിൽ കർത്താവ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് സൊല്യൂഷനും ഉണ്ടാക്കും. നമുക്കത് വായിക്കാം. 2-ാം വാക്യം, യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു, വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റ് കളഞ്ഞു. ഗോഡ് സോൾഡ് ദം എന്നാ പറയുന്നത്. ഈ കാര്യം നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അതിന്റെ ബാക്കി വാക്യം, അവന്റെ സേനാപതി ജാതികളുടെ ഹാരോഷ്യത്തിൽ പാർത്തിരുന്ന സീസരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളെ ഒരു 20 സംവത്സരം കഠിനമായി ഞെരുക്കി. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. 20 വർഷം ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള ചെയ്തുകൊണ്ട് ദൈവത്തിനൊരു സൊല്യൂഷൻ ഇല്ല. ആ സമയത്ത് നമ്മൾ തെറ്റിപ്പോയി നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ അതുവരെ ദൈവത്തിന് സൊല്യൂഷൻ ഇല്ല. അവരെ അനിഷ്ടമായിട്ടുള്ളത് ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. അവരെ കഠിനമായി ഞെരിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ദൈവത്തിനെ ഏൽപ്പിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെയും ഇത് തന്നെ പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു കാര്യം നമുക്ക് വരാതെ ഇരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിഷ്ടമായിട്ടുള്ള ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ചെറിയ വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവ് ആരാന്ന് റിയലൈസ് ചെയ്തിട്ട് കർത്താവ് എനിക്ക് മതിയായവൻ എന്നുള്ള ഫുൾ റിയലൈസേഷൻ, ആ റിയലൈസേഷൻ വരുമ്പോൾ നമുക്ക് പിന്നെ ഹൃദയത്തിൽ വലിയ റെസ്റ്റാണ്. നമുക്ക് കൺസേൺ ഇല്ല, നമ്മൾ ട്രബിൾഡ് അല്ല. ഈ ഒരു വിശ്വാസമാണ് കർത്താവ് നോക്കുന്നത്. അപ്പൊ 4-ാം വാക്യം വായിക്കാം. ആ കാലത്ത് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമായ്ക്കും ബഥേലിനും മധ്യേയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ദെബോറയുടെ ഈന്തപ്പന എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വെച്ചാൽ അതിന്റെ അർത്ഥം പതിവായി, അതാ അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ഞാനിത് വായിക്കുമ്പോൾ ഇത് നമുക്കറിയാം, ഈ ഭാഗം നമ്മൾ പല പ്രാവശ്യം വായിച്ചതാ. എങ്ങനെ ദെബോറയെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് എനിക്കൊരു അതിശയമാണ്. ദെബോറ തന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ദെബോറായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേൽ മാതാവ് എഴുന്നേൽക്കും വരെ. എന്നെ ഈ 2 അധ്യായത്തിൽ നിന്ന് ഏറ്റവും ചിന്തിപ്പിച്ച അതാ. ഒരു മാതാവായിരുന്നു ദെബോറ. വെറുതെ ഈ പ്രവാചകിയുടെ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമല്ലായിരുന്നു. ഒരു മാതാവെന്ന് വെച്ചാൽ മക്കളുണ്ട്, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു മകളെ ദൈവം എങ്ങനെ തെരഞ്ഞെടുത്തതെന്ന് ഞാൻ ചിന്തിക്കുക. ദൈവം ഈ ഈ ഈ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കാണുന്ന ചുറ്റുപാട് നോക്കിയാൽ ദൈവം യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായിട്ട് സ്വീകരിച്ച ഒരാളെ
ദൈവസന്നിധിയിൽ നമ്മൾ പാപം ചെയ്ത് അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത് വിശ്വാസിക്കാതെ ഇരിക്കുമ്പോൾ നമ്മളെ ദൈവം ഇപ്പോഴും ദൈവം തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസസ് വെച്ച് നമ്മളെ ഒപ്രസ്ഡ് ആകാൻ സാധിക്കും. അതായത് നമ്മൾ തന്നെ വിട്ടുകൊടുക്കും അതിനു വേണ്ടി. അപ്പൊ നമ്മൾ എന്തായി ഈ ഈ കനാൻ ദേശം എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ റെസ്റ്റാ, സ്വസ്ഥതയെ കാണിക്കുന്നത്. പക്ഷെ ആ കനാൻ ദേശത്തില് നമ്മള് ഒപ്രസ്ഡ് ബൈ ദ ഡെവിൾ ആയിട്ട്, അതായത് ഡെവിളിന്റെ ഇതിൽ നമ്മൾ ഞെരുങ്ങിക്കൊള്ളുവാനായിട്ട് ദൈവം അവരെ വിട്ടു. പക്ഷെ ദൈവം ഹൃദയങ്ങളെ നോക്കുക. ഞാൻ നോക്കുമായിരുന്നു, ഗോഡ് ഹാസ് ഹിസ് ചോയ്സസ്. ഹി ഡസ് നോട്ട് ലുക്ക് ഫോർ ദ മോസ്റ്റ് പവർഫുൾ. ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരാളെ അല്ല ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചത്, ഒരു മാതാവിനെയാണ്. നമ്മൾക്കെല്ലാം ആ രീതിയിൽ നമുക്ക് ഒരു 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 സഹോദരി അല്ലെങ്കിൽ ഒരു ഏറ്റവും വീക്കായിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമല്ലോ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളൊന്നും അല്ല നമ്മുടെ ദൈവം ദെബോറയെ വിളിച്ചപ്പോൾ ദെബോറ അതിന് റെസ്പോണ്ട് ചെയ്തു. ദെബോറ തന്റെ മാതാവിന്റെ ജോലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ വന്നിരുന്ന് ദൈവത്തിന്റെ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ദെബോറയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആക്ച്വലി നമ്മൾ വചനം മുഴുവൻ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഈ രീതിയിൽ സഹോദരിമാരെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ഫിലിപ്പ് എന്ന ഇവാഞ്ചലിസ്റ്റ് 4 പ്രവാചികളായിട്ടുള്ള പെൺമക്കൾ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നത്. ദൈവം നോക്കുക, ആരെന്റെ വിളിക്ക്, ഹൂ വിൽ റെസ്പോണ്ട് ടു മൈ കോൾ. ദൈവം ഏറ്റവും വീക്കായിട്ടുള്ളവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കി. 7-ാമത്തെ വായിക്കാം. 6-7. അവൾ അബിനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെ സെബൂലിന്റെ മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുമോ, ചെയ്യണമോ? നമ്മുടെയൊക്കെ കാര്യം ഞാൻ ചിന്തിക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളാണ് ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ യാബീന്റെ സേനാപതി, 7-ാം വാക്യം, സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കിശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഒരു വചനം. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുക എന്ന് പറയാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ ചുറ്റും വരുന്നവരെ ഒക്കെ എൻകറേജ് ചെയ്ത് ഇങ്ങനത്തെ ഫിസിക്കൽ വാർ നമുക്കിപ്പോ ഫൈറ്റ് ചെയ്യേണ്ട. നമുക്ക് ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി. നമ്മൾ ആയിരിക്കുന്ന ഇടത്തിരുന്ന് മറ്റുള്ളവരെ എൻകറേജ് ചെയ്ത് സാത്താനെ തോൽപ്പിച്ച്, കാരണം നമ്മുടെ കർത്താവ് ജയാളിയാ. ആൻഡ് വി ക്യാൻ ബി മോർ ദാൻ കോൺകറേഴ്സ് എന്ന് നമ്മൾ വായിക്കുന്നത്. 7-ാം വാക്യം വായിച്ചല്ലോ. എന്നിട്ട് ഈ 7-ാം വാക്യത്തിനകത്ത് ഈ ബാരാക്കിനെ പുള്ളിക്കാരി വിളിക്കുക എന്ന് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ 5-ന്റെ അടുത്ത അധ്യായം 5-ന്റെ 12-ലും 21-ലും തന്നെത്താനെ എൻകറേജ് ചെയ്യുക. എനിക്കത് ഒത്തിരി എനിക്ക് ഇഷ്ടമായി. 5-ന്റെ 12 വായിക്കാമോ? ഉണരുക ഉണരുക ദെബോറയെ, ഉണരുക ഉണരുക, ഉണർന്ന് പാട്ട് പാടുക, എഴുന്നേൽക്ക ബാരാക്കെ, അഭിനോദ ആത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോവുക. ഈ ദെബോര തന്നെത്താനെ എൻകറേജ് ചെയ്യുക. നമ്മൾ അത് നമുക്ക് തന്നെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഉണരുക ഉണരുക ദെബോറായെ, ഉണരുക, ഉണർന്ന് പാട്ട് പാടുക, എഴുന്നേൽക്ക ബാരാക്കെ. സോ ഷി വാസ് കീപ്പിംഗ് ഓൺ എൻകറേജിങ് ഹെർസെൽഫ്. 21-ാം വാക്യത്തിലും അത് തന്നെ കാണുന്നു. 21-ന്റെ ലാസ്റ്റ് ലൈൻ ഒന്ന് വായിക്കാം. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. തന്നത്തോടെ. സോ വി നീഡ് ടു എൻകറേജ് അതേഴ്സ്. ചിലപ്പോൾ നമ്മൾ തന്നെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരും കാണത്തില്ല നമ്മളെ എൻകറേജ് ചെയ്യാൻ. നമ്മൾക്ക് ആരും വേറൊരു മനുഷ്യന്റെ ആവശ്യം ഇല്ല ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി. കാരണം നമുക്ക് വചനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ വചനം വായിച്ചിട്ട് എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. സോ ദെബോറ വാസ് വില്ലിങ് ടു ഡു ആസ് എ മദറായിട്ട് ജീവിച്ചിരുന്ന ഒരു സമയത്ത് ഷി വാസ് വില്ലിങ് ടു ഡു വാട്ട് ഗോഡ് വാണ്ടഡ് ഹെർ ടു ഡു. ദൈവം നോക്കുക. അങ്ങനെ ഇന്നും ദൈവം അത് തന്നെയാണ് നോക്കുന്നത്. ഗോഡ് ഇസ് വെയിറ്റിംഗ്. നമ്മളിൽ ആര് വിളിക്ക് റെസ്പോണ്ട് ചെയ്യും? കർത്താവിന് വേണ്ടി ഡെവിളിനെ തോൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നോക്കിയിരിക്കുക. പക്ഷെ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യണം, നമ്മളോട് തന്നെ സംസാരിക്കണം. ഞാൻ എപ്പോഴും എന്നോട് തന്നെ സംസാരിക്കാറുണ്ട്. ആക്ച്വലി ഐ വിൽ നോട്ട് ബി ഡിഫീറ്റഡ്, ഐ വിൽ നോട്ട് ബി കൗ ഡൗൺ, ഐ വിൽ എൻകറേജ് മൈസെൽഫ് ഇൻ ദ ലോർഡ്. ഇങ്ങനെ ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ഹാബിറ്റാണ് അത്.
ഐ വിൽ നോട്ട് ബി ഡിഫീറ്റഡ് ബൈ ദ ഡെവിൾ. ദ ഡെവിൾ കനോട്ട് ടച്ച് മീ. എപ്പോഴും എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമായത്. നമ്മൾ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യണം. ഉണരുക, ഉണരുക, പാട്ട് പാടുക എന്നാണ് ഇരിക്കുന്നത്. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. ഇത് കർത്താവ് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സർക്കംസ്റ്റൻസസ് കാണുമ്പോൾ നമ്മളോട് തന്നെ പറയാനായിട്ട് ദൈവം നമുക്കൊരു എൻകറേജ്മെന്റ് തരുക. 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് അതിനിടയ്ക്ക് ഒരു വലിയൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പുറപ്പെട്ടു പോയപ്പോൾ ദൈവം എന്തൊക്കെയാ ചെയ്തതെന്ന് 13-ാമത്തെ വാക്യം. സിസേര തന്റെ 900 ഇരുമ്പ് രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹോരേശത്തിൽ നിന്ന് കിശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ദെബോര പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ചെയ്തു. യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ഭാവി, നമുക്ക് ഇന്നൊന്നും അറിയത്തില്ല അല്ലെ, ഭാവിയിൽ എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആവശ്യങ്ങൾ. ദൈവം അതിനു മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ 11-ാം വാക്യത്തിൽ വായിക്കാൻ പോകുന്നത്. 11-ാം വാക്യത്തിൽ ഒരു സ്ട്രേ ഇൻസിഡന്റ് എഴുതിയിരിക്കുക. നമുക്കതൊന്ന് വായിക്കാം. ഇങ്ങനെ ദൈവം നമുക്ക് വേണ്ടി, നമുക്ക് ഇന്നുള്ള ചലഞ്ചിനെ നമ്മൾ നേരിടാൻ വേണ്ടി ദൈവം ഡീക്കേഡ്സ് മുമ്പേ ചെയ്യുന്ന കാര്യങ്ങളാണ് 11-ാം വാക്യത്തിൽ. 4:11. എന്നാൽ കേനിയനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേനിയരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സാനനീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. ഇവിടെ ഒരു ഫാമിലി തങ്ങളെ തന്നെ മാറ്റി പാർപ്പിക്കുക. ഞാനിത് ചിന്തിക്കുമായിരുന്നു, ദൈവം ഇങ്ങനെ, ഇറ്റ്സ് ഹെവൻ ദാറ്റ് റൂൾസ്. നമുക്ക് വേണ്ടി നമ്മൾ അറിയാതെ ദൈവം, ഗോഡ് ഈസ് ഡൂയിങ് തിങ്സ്. അതായത് ഈ ഒരു ഫാമിലി എന്തുവാ ചെയ്യുന്നത്? കേനിയനായ ഹേബർ, മോശയുടെ അളിയൻ മോശയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ബുക്സിൽ വായിക്കുക, ആവർത്തനം വരെയുള്ള പുസ്തകത്തിൽ. അവിടെ ദൈവം ഒരു കാര്യം ചെയ്തു. മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേനിയരെ വിട്ടുപിരിഞ്ഞ് കേദശിനരികെയുള്ള സാനനീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. ഈ ഫാമിലിയാണ് ദൈവം ഉപയോഗിക്കുന്നത് ഫൈനലി ഈ യുദ്ധം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് താഴോട്ട് വായിക്കാം. 15-ാം വാക്യം, 4:15. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. 15 വായിക്കുക, 14 അവസാനം തൊട്ട് വായിക്കുക. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ചെന്നു. ആലോചിച്ച് നോക്കണം, ഇവർക്ക് 900, നമ്മള് 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 900 ഇരുമ്പ് രഥം ഉണ്ട്. ഇതൊന്നും ഈ ഇസ്രായേൽ മക്കൾക്കില്ല. ഈ 900 അയൺ ചാരിയറ്റ്സ് ഉള്ള ആൾക്കാരോടാണ് ഈ ഒരു ബാരാക്ക് ഒരു സഹോദരിയായ ദെബോറയുടെ വാക്ക് കേട്ട് ദൈവത്തിൽ, ആക്ച്വലി നമുക്ക് ചിന്തിക്കാമോ, ബാരാക്കിന്റെ പേര് എബ്രായർ 11-ാം അധ്യായത്തിലുണ്ട്. വിശ്വാസികളുടെ കൂട്ടത്തില്, വിശ്വസിച്ചവരുടെ കൂട്ടത്തില്, ഹോൾ ഓഫ് ഫെയിമിലുണ്ട്. ഈ മനുഷ്യൻ ഇറങ്ങിച്ചെന്നു. യഹോവ, ഞാൻ അതിൻ്റെ കൂടെ പറയട്ടെ, നമ്മളെ ദൈവത്തിൽ ആരെങ്കിലും എൻകറേജ് ചെയ്യാൻ വന്നാൽ നമ്മൾ നിസ്സാരമായിട്ട് കൺസിഡർ ചെയ്യാതെ നമുക്ക് അവരുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എബ്രായർ 11 ദൈവം നമ്മുടെ പേരും ദൈവം ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് വായിക്കാം 15-ാം വാക്യം. അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുൻപിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേര് താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ചെന്നു. ആ വാക്ക, യഹോവ സീസരെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുമ്പിൽ യഹോവ അവിടെ തോൽപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നത്. യഹോവ തോൽപ്പിച്ചു 15-ാം വാക്യത്തില്. സീസര ഇത്രയും 900 അയൺ ചാരിയറ്റ്സ് ഉള്ള സീസര, നമ്മൾ ന്യായാധിപന്മാർ 4-ാം അധ്യായം വായിക്കുന്നത്, 900 ഇരുമ്പ് രഥമുള്ള സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോശത്ത് വരെ ഓടിച്ചു. സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ വീണു, ഒരുത്തിനും ശേഷിച്ചില്ല. കർത്താവ് എങ്ങനെയാ, കർത്താവിനെ വിശ്വസിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഡെവിളിനെ തോൽപ്പിക്കാനായിട്ട്, ഡെവിളിന്റെ എല്ലാ തന്ത്രങ്ങളെയും തോൽപ്പിക്കാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുക. പക്ഷെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യണം. നമ്മുടെ സിറ്റുവേഷൻസിൽ നമ്മൾ ഡ്രൗൺ ചെയ്യാൻ നമ്മളെ തന്നെ അനുവദിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5-ാം വാക്യത്തിൽ 13-12 വായിച്ചു, ഉണരുക. നമ്മൾ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യണം. നമ്മൾ വേറൊരാൾ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നമ്മൾ നമ്മളോട് തന്നെ
ദൈവത്തിന്റെ വചനം സംസാരിക്കണം. ദൈവത്തിന്റെ വചനം ദൈവമാ. നമ്മൾ ആ വചനം നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാവും. ഉണരുക ഉണരുക ദെബോറയെ, ഉണരുക ഉണർന്ന് പാട്ട് പാടുക. 21 വാക്യം 5 എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. ഗോ ഇൻ സ്ട്രെങ്ത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതാ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാനാണ്. ഹൗ ഗോഡ് കെയിം ഡൗൺ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ 17 വാക്യം, ദൈവം ഓൾറെഡി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇനി സിസേര ഓടിപ്പോയി ഇവിടെ ഒളിക്കാൻ, കാരണം പുള്ളി തോറ്റു. പുള്ളി തന്റെ ജീവനും കൊണ്ട് ഓടുക രഥത്തിൽ നിന്നിറങ്ങി. 17 വാക്യം, സീസര കാൽനടയായി കേന്യനായ ഹേബേറിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ദൈവം ഈ കേന്യനായ ഹേബേറിനെ, ഈ സീസര ഓടിപ്പോയി അവിടെ ഈ ഹേബേറിന്റെ ഭാര്യയായ ഭാര്യയായ ജയലിനെ കൊണ്ട് അവനെ ഫൈനലെ ഈ സീസരെ ഉന്മൂലനാശം വരുത്തുക. ദൈവം ഇത് വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തു. ഒരു ദെബോറ വില്ലിങ് ആയപ്പോൾ, ഒരു ബാരാക്ക് പറഞ്ഞത് ദെബോറ പറഞ്ഞ് കേൾക്കാൻ വില്ലിങ് ആയപ്പോൾ, ഞാൻ എന്തൊരു വലിയ ദൈവമാ. ഒരു അവസാനം പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനത് ആ വാക്യം ബാരാക്കിനോട് പറയുമ്പോൾ ബാരാക്ക് ആദ്യം കേൾക്കുന്നില്ല നമ്മൾ വായിക്കുന്നുണ്ട്. 9 വാക്യം, അല്ല 8 വാക്യം, 4:8, ബാരാക്ക് അവളോട്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിലോ ഞാൻ പോകുകയില്ല. ബാരാക്കിന് അവിടെ ഒരു ചെറിയ കുഴപ്പം പറ്റി. ബാരാക്ക് പോകാൻ റെഡിയായിരുന്നു, പക്ഷെ ബാരാക്ക് കൂടുതൽ ദെബോറയെ നോക്കുമായിരുന്നു. ഞാൻ ആ ദെബോറയുടെ ആ സമയത്തെ ഒരു ഒരു സംസാരം ഞാൻ ചിന്തിക്കുമായിരുന്നു. ബാരാക്ക് പറയുവാണ്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകുകയില്ല. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി ഒരു ഭയങ്കര എൻകറേജിങ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലേ? പക്ഷെ എന്നാലും ദെബോര ഇങ്ങനെ പറഞ്ഞെങ്കിലും ദെബോര ബാരാക്കിന്റെ കൂടെ പോയി. ബാരാക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബാരാക്ക് മാറിയില്ല. ബാരാക്ക് ദെബോരയുടെ കൂടെ പോയി. പക്ഷെ ഫൈനലി ദെബോര അല്ല, ദൈവം പ്രവാചകിയായിട്ട് ദെബോരയെ കൊണ്ട് പറഞ്ഞ പോലെ ഈ വർഷങ്ങൾക്ക് മുമ്പ് കൂടാരം മാറ്റി അടിച്ച ഹേബറിന്റെ ഭാര്യ യായിൽ കൂടിയാണ് ഈ സീസര കൊല്ലപ്പെടുന്നത്. ദൈവം ഒരു ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി എങ്ങനെയൊക്കെയാ ദൈവം പ്രവർത്തിക്കുന്നത്. ഈ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഈ മനുഷ്യൻ ഈ സ്ഥലത്തോട്ട് വന്നപ്പം ദെബോരായും അല്ല ബാരാക്കുമല്ല, വേറൊരു സ്ത്രീ, അതും ഒരു സ്ത്രീയെ അപ്പം കൊണ്ട് ദൈവം ആ ശത്രുവിനെ ഉന്മൂലനാശം വരുത്തി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ചിന്തിക്കും, ഒരു സൊല്യൂഷനും ഇല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനും ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവം, നമ്മൾ പ്രവർത്തിക്കുക പോലും വേണ്ട ആവശ്യമില്ല, നമ്മൾ ദൈവത്തെ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്നുണ്ട് ദൈവം ഓൾറെഡി നമ്മുടെ ഈ പ്രശ്നത്തിന് അതിന്റെ സൊല്യൂഷൻ ദൈവം മുൻ നിയമിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാ ഈ ഒരു കുടുംബം മോശയുടെ അളിയൻ, എന്തൊരു വലിയ, നമുക്കത് ചിന്തിക്കാൻ പറ്റും. മോശയുടെ അളിയന്റെ വീട് ദൈവം, കൂടാരം ദൈവം മാറ്റി പാർപ്പിച്ചു. എന്തിനാ? ഭാവിയില് ഈ ഇസ്രായേലിന് ഈ ഈ ഈ ഒരു ഓപ്പറേഷനിൽ നിന്ന് ഒരു സൊല്യൂഷൻ വരാൻ വേണ്ടി. ഞാൻ എന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഓർക്കുമായിരുന്നു, വാട്ട് വോണ്ട് ഗോഡ് ഡു, വാട്ട് കാണ്ട് ഗോഡ് ഡു. ദൈവം നമുക്ക് വേണ്ടി എല്ലാ കരുക്കളും ദൈവം ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുക. പക്ഷെ വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിന് മുഖത്ത് നോക്കുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. God chooses a mother. She is willing to speak to God's people. God prepares everything beforehand. 4 അധ്യായത്തിന്റെ 13 14 ഒന്നും കൂടെ വായിക്കാം. 4:13 സീസര തന്റെ 900 ഇരുമ്പുരഥങ്ങളുമായി തന്റെ എല്ലാ പടജനവുമായി ജാതികളുടെ ഓരസിൽ വന്നു വിളിച്ചുകൂട്ടി. പക്ഷെ ദൈവം എന്തോ ചെയ്യുന്നത്? ദൈവം ഈ ഈ ഈ ദെബോറയും ബാരാക്ക് പോവാൻ വില്ലിങ് ആയി, ദെബോര കൂടെ പോവാൻ വില്ലിങ് ആയി. അപ്പൊ ദൈവം എന്തൊക്കെയാ ചെയ്യുന്നത്? നമുക്ക് 5 അധ്യായത്തിന്റെ 12 വാക്യം തൊട്ട് വായിക്കാം. നമുക്ക് 12 അല്ല, 13 അല്ല, 14 തൊട്ട് വായിക്കാം. 14 തൊട്ട് ഞാൻ 2-3 വാക്കുകൾ മാത്രമാണ് വായിക്കാൻ പോകുന്നത്. 14 നോക്കിക്കേ. ബെന്യാമീനെ 14 അവസാനത്തില്, സെബൂലിൽ നിന്ന് 15 ഇസാക്കാർ പ്രഭുക്കന്മാർ, 15 അവസാനം രൂബൻ, 16 പിന്നെയും രൂബൻ, 17 ദാൻ,
17 പിന്നെ ആശർ, പിന്നെ 18 സെബുലൂൻ. ദൈവം ഇവര് വില്ലിങ് ആയപ്പം അവരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത്രയും ഗോത്രങ്ങളെ ഒരുക്കി. എന്ത് പെട്ടെന്നാണ് 10,000 പേര് ബാരാക്കിനോട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കും. നമുക്ക് തന്നെ ദെബോറയ്ക്ക് തന്നെ ഇവരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. ബാരാക്കിന് തന്നെ പറ്റുമായിരുന്നോ? ഇല്ല. ദെബോറ ഇത് ബാരാക്കിനോട് പറയുമ്പോൾ ദൈവം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് ദെബോറയ്ക്ക് അറിയാമോ? ഇല്ല. ദൈവത്തിലുള്ള വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം സെബൂലൂനെ ഒരുക്കി, ദാനിനെ ഒരുക്കി, ആശേറിനെ ഒരുക്കി, നഫ്താലിയെ ഒരുക്കി. ഒത്തിരി പേര് നമ്മള് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നമ്മൾ റെഡി ആവുമ്പോൾ ദൈവം അനേകരെ നമുക്ക് വേണ്ടി ഒരുക്കും. അതിനകത്ത് ഏറ്റവും നമ്മൾ ഫൈറ്റ് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ അവസാനം വരെ ഒന്ന് വായിച്ചോട്ടെ. നമ്മൾ റെസ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം ഈ നമ്മൾ 4:23 വായിക്കാം. ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ദൈവം കീഴടക്കി. പക്ഷെ അതോടെ തീർന്നോ? ഇല്ല. 24 ഇമ്പോർട്ടൻ്റാ. ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീന്റെ മേൽക്കുമേൽ ഭാരമായിരുന്നു. ദൈവം ഇസ്രായേൽ അത് ഈ സിസറ അവിടെ തോറ്റു. പക്ഷെ ഈ സിസറയുടെ മെയിൻ കിങ് ആയിട്ടുള്ള യാബീൻ രാജാവിനെതിരെ ഇസ്രായേൽ മക്കളുടെ കൈ ഭാരമായിരുന്നു എന്നായിരിക്കുന്നത്. നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഇന്നൊരു വിക്ടറി കിട്ടണം, നമ്മൾ നിൽക്കരുത്. അത് ദൈവം ചെയ്തു. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ത് പറ്റി? 5-ാം അധ്യായത്തിന്റെ 31 4-ാം വാക്യം വായിക്കാം. 5:31 വായിക്കാം. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെ ഇവണം നശിക്കട്ടെ. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ശത്രു മനുഷ്യരല്ല, സാത്താന. ആ സാത്താൻ നശിക്കാൻ പോവാം. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. ഇതാ കറക്റ്റാ. ഇത് ദൈവത്തിനെ സ്നേഹിക്കുന്നവര് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കും. ദൈവത്തിന്റെ വചനത്തോട് പറ്റിച്ചേർന്ന് നിൽക്കും. ദൈവത്തിന്റെ വചനത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് വരും. നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് മനസ്സിലാവും. അതിന് പകരം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും. ലാസ്റ്റ് ലൈൻ കണ്ടോ? പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നമ്മുടെ 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 ഉള്ളിന് സ്വസ്ഥത ഉണ്ടാകാൻ ദ ലാൻഡ് ഹാഡ് റെസ്റ്റ് എന്നായിരിക്കുന്നത്. റെസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റ് എന്തുവാ? ദൈവമാ ഫൈറ്റ് ചെയ്യാം. നമ്മൾ വായിച്ചു, യഹോവയാ ചെയ്തത്. അവിടെ ആക്ച്വലി ഈ 5-ാമത്തെ മുഴുവൻ ഞാൻ വായിച്ചില്ല. ഈ ദൈവം അവർക്ക് വേണ്ടി പടപൊരുതി എന്ന് പറഞ്ഞപ്പോ ഈ 900 രഥങ്ങൾ ഉണ്ടായിരുന്നു. ഈ 900 രഥങ്ങളുടെ അവിടെ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പർവ്വതങ്ങൾ കുലുങ്ങി, അവിടെ വലിയൊരു ഫ്ലാഷ് ഫ്ലഡ് വന്നെന്നാ വായിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് അതായത് രഥങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. Can you imagine? ദൈവം ഈ 900 രഥങ്ങളെ എന്തോ ദൈവം ചെയ്തത്? പർവ്വതം കുലുങ്ങി, രഥം മുഴുവൻ മറിഞ്ഞു വീണില്ലേ? ഫ്ലാഷ് ഫ്ലഡ് വന്നു, രഥത്തിന് ഓടാൻ പറ്റുമോ? ദൈവം ഇങ്ങനത്തെ വലിയ കാര്യങ്ങളാ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നു 4:24 ഇസ്രായേൽ മക്കൾ പിന്നെയും ഫൈറ്റ് ചെയ്തു. ഇത് നമുക്കൊരു പാഠമാണ്. സാത്താനെതിരെ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ വചനവും നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും സുവിശേഷം പറയാനുള്ള ഒരുക്കവും പരിചയം, സത്യമെന്ന പരിചയം, ദൈവത്തിന്റെ നീതി എന്നുള്ള ബ്രസ്റ്റ് പ്ലേറ്റും ഈ ഹെൽമെറ്റ് ഓഫ് സാൽവേഷനും ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പം ഫൈറ്റ് ചെയ്യുന്ന ആരാ? ദൈവമാ. നമുക്ക് നമ്മുടെ ദൈനംദിന സാഹചര്യത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള നമ്മളെ, അതാ ദെബോറ കാണിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയല്ല, ഏറ്റവും വീക്കായിട്ടുള്ള നമ്മളെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് അത് ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന് അറിയാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ദൈവം ഒരു ബാരാക്കിനെ ഒരുക്കും. ദൈവം സെബൂലൂനെ, നഫ്താലിയെ, ഗാദിനെ, ആശേറിനെ, രൂപനെ എല്ലാം ദൈവം ഒരുക്കും. ദൈവം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ആ ദൈവത്തിൽ നിലനിൽക്കണം. അപ്പൊ ദൈവം എന്ത് ചെയ്യും? അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് സ്വസ്ഥത ഉണ്ടാവും. ആ സ്വസ്ഥത റെസ്റ്റ്, ഏറ്റവും നമുക്ക് വേണ്ടത് റെസ്റ്റ് അല്ലേ? ആ റെസ്റ്റ് ദൈവം നമുക്ക് തരും. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നമ്മൾ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യണം. ദൈവത്തിന്റെ വചനം വെച്ച് ഉണരുക, പാട്ട് പാടുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പാട്ട് പാടാനാണ് ദെബോറ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും പറയുക, എൻ മനമേ ബലത്തോടെ നടക്കുക, വീക്കായിട്ടല്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ നല്ല സമയത്തിനായി സ്തോത്രം, ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. നീ ദാനം തന്നതാകയാൽ
ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെ എടുത്തുപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. അധികമായി ശക്തീകരിച്ച് ബലപ്പെട്ട് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി കർത്താവെ വചനം പറയുവാനും അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ ഇടപെടുവാനും എല്ലാം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിന്റെ മകളോട് കൂടെ ഇരിക്കണമേ. ആ നാവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേട്ട വചനം ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി ആയിരിക്കുവാൻ കർത്താവെ, അങ്ങ് യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമല്ലോ, പിന്നെ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ഉറപ്പില് കർത്താവെ മുന്നോട്ട് പോകുവാൻ ഏളിയ മകളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ സന്നിധിയിൽ എപ്പോഴും കർത്താവെ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവെ, നിന്റെ സന്നിധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ കർത്താവെ താണിരിക്കുവാൻ അവിടുന്ന് പിന്നെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഈ സമയത്തെ ഓർത്ത് സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നാഥ, ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. അവരുടെ പോക്കിലും വരവിലും എല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങെടുത്താട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.